നമസ്കാരം. ഷൊർണൂർ തൃശ്ശൂർ യാത്രയ്ക്കിടയിൽ വനത്തിൻ്റെ അന്തരീക്ഷത്തിലൊരു ക്ഷേത്രമുണ്ട്. അകമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രമാണത്. ശരിക്കും മനോഹരമായ ഈ ക്ഷേത്രം ഇതുവഴി പോകുന്നവർ ആരും കാണാത്തവരായിട്ടുണ്ടാവില്ല. വിശ്വാസികൾ തങ്ങളുടെ യാത്ര സഫലമാക്കുവാനും മറ്റും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും കാണിക്ക സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്താണ്. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ്. ഷൊർണൂർ ഭാഗത്തു നിന്ന് തൃശ്ശൂർക്ക് വരുന്ന വഴി മുള്ളൂർക്കര കഴിഞ്ഞ് വടക്കാഞ്ചേരിക്കടുത്ത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അകമലയിലാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും കാടിൻ്റെ നടുവിൽ കൂടിയുള്ള ഈ യാത്ര മനസ്സിന് ശരിക്കും കുളിർമ തന്നെയാണ്. പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ലൊരു ഫീലാണ് നമുക്ക് അനുഭവപ്പെടുക. വൈകുന്നേരമായതിനാൽ ക്ഷേത്രത്തിന് മുന്നിൽ ഒരുപാട് പേർ വാഹനങ്ങളൊക്കെ നിർത്തി തൊഴുതു പോകുന്നുണ്ട് കേട്ടോ. മണ്ഡലകാലങ്ങളിലൊക്കെ ഭയങ്കര തിരക്കുള്ളൊരു അമ്പലമാണിത്. കൃഷ്ണശിലയിലാണ് ചുറ്റമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. നെയ്വിളക്ക്, മുട്ടിറക്കൽ, നീലാഞ്ജനം എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. അയ്യപ്പനാണ് പ്രധാന പ്രതിഷ്ഠ. കൂടാതെ ഉപദേവ പ്രതിഷ്ഠകളുമുണ്ട്. ഗണപതി, നാഗങ്ങൾ, ഭഗവതി എന്നിങ്ങനെയാണ്. അമ്പലത്തിൻ്റെ മുന്നിലായി ഒരു റെയിൽവേ പാളവും കടന്നു പോകുന്നുണ്ട്. അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ ഒരു ആൽമരമുണ്ട്. അതിന് മുന്നിൽ ഒരു സിംഹത്തിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലും ഇവിടെ അന്നദാനമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കാടിൻ്റെ അന്തരീക്ഷമായതിനാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കുരങ്ങന്മാരെയും അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ വൈകുന്നേരം ആയതിനാൽ, അതായത് നട തുറക്കുന്ന സമയമായതുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി ഇതുവഴി പോയപ്പോൾ. പിന്നെ നിങ്ങൾ ഇതുവഴി പോകുന്നവരുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ വന്ന് ഇവിടെ വാഹനങ്ങളൊക്കെ നിർത്തി ഇവിടുത്തെ ഒരു അന്തരീക്ഷം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ അകമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ചെറിയൊരു വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.